6:3 തൊട്ട് 7:3 വന്നാലും ഞാൻ സിനിമ കാണില്ലെന്നറിയാൻ പാടില്ല. ഞാൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ ഇപ്പൊ ഒന്നും കാണിക്കണ്ട. എത്ര കൊല്ലമായിട്ട് ഞാൻ പറയണ നമ്മള് സിനിമ തിയേറ്ററിക്കാരെ കാണാറില്ല. ഞാനൊരു സിനിമയൊന്നും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഏത് സിനിമ കണ്ടില്ലേ? ഞാൻ പ്രിവ്യൂ കാണും, ഏതെങ്കിലും സിനിമ ഇട്ടാലും കാണും. ഞാൻ കാണാത്ത എത്രയോ സിനിമ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഞാൻ ചെയ്തൊരു ഇന്റർനാഷണൽ പടം പോലെ ഫേമസ് ആയ ചുരുളി ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പോർഷൻസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. ഈ കട്ടിങ്സ് ഒക്കെ വരുമ്പോൾ കാണും. ഞാൻ എൻ്റെ വീട്ടിൽ ഒന്നും ടി വി കാണുന്ന ഒരു ആൾക്കാരൊന്നുമല്ല, സിനിമയൊന്നും കാണില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാവരും വന്ന് ഇങ്ങനെ സിനിമ കണ്ട് അവരുടെ ഒരു റിയാക്ഷൻ പറഞ്ഞു പോയേ മോള് കേട്ടിട്ടില്ലേ? എത്ര കൊല്ലം മുമ്പോട്ട് പറയണം ഞാൻ സിനിമ കാണില്ല. അല്ല, ഞാനതല്ല ചോദിച്ചത്. ഇപ്പൊ ഞാൻ അല്ല സബ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലാതെ ഈ ആളുകളുടെ റിയാക്ഷൻ ഒക്കെ കാണാനായിട്ട്, ഇപ്പോ ഓഡിയൻസിന്റെ റിയാക്ഷൻ ഒക്കെ നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹമില്ലേ? ഏത് റിയാക്ഷൻസ് കാണുമ്പോ ഞാൻ തിയേറ്ററിൽ കയറണമെന്ന് പറയുമ്പോഴത്തേക്കും തീർന്നില്ലേ? അല്ല, ആഗ്രഹം ഉണ്ടോന്ന്? അങ്ങനെ എനിക്കത് വേറൊരു സംഭവമൊക്കെ ഉണ്ടെന്നേ. ഈ കാണാത്തതും ഈ തിയേറ്ററിൽ പോകാത്ത കഥയൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡാർക്കാ. അതുകൊണ്ടൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്. എൻ്റെ ഒരു പെങ്ങളുട്ടിയൊക്കെ മരണപ്പെട്ടു പോയി. ഒരു 16 കൊല്ലമായി കാണും. ഞങ്ങൾ എല്ലാ സിനിമയും കാണുമായിരുന്നു. എല്ലാ സിനിമയും കാണുന്ന ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പെങ്ങളുമാണ്. അവളുടെ കല്യാണം എന്നാലോചിച്ച് അവള് ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു. അന്ന് ഞാനും എൻ്റെ ഏട്ടൻ സിനിമ കാണൽ നിർത്തി. പിന്നെ ആ സിനിമ കാണലില്ല, കോംബോ ഞങ്ങളെ ഇതില്ല ബന്ധം. അത് പിരിഞ്ഞപ്പം സിനിമ കാണൽ നിർത്തി. അതിൻ്റെ ഇടയ്ക്ക് ആ ഇൻസിഡൻറ്റും കൂടെ വന്നു, മരണപ്പെട്ടും കൂടെ പോയി. അപ്പോൾ ചെന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ക്രീനൊക്കെ കണ്ടുമ്പോൾ പഴയ ഇതൊക്കെ ഓർത്ത്, ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ട്, ഞാനുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, അവർക്കൊക്കെ അറിയാം ആയിരിക്കണം. ഞാൻ സിനിമയ്ക്ക് പോവില്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല, സിനിമ കാണാറില്ല. പിന്നെ ഇതുപോലെ പ്രിവ്യൂ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഈ പടത്തിന്റെ പ്രിവ്യൂ ഇടുവാണെങ്കിൽ കാണും. ഇപ്പൊ റിലീസിനോട് വെച്ചിട്ട് ഞാൻ കാണാൻ പറ്റില്ല. റിവ്യൂ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അല്ല, ഞാൻ അങ്ങനെ, അത് വേറെ റൂട്ട്, ബാക്കി മാറ്റി പിടിച്ചോ. അതെ, താര എത്ര നേരം സൈലന്റ് ആയിട്ട്, നമ്മൾ താരയിലോട്ട് എത്തിയില്ലായിരുന്നു. താരയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ഈ പടത്തിന്റെ നെടും തൂണിനെ കുറിച്ച്. അതെ, എല്ലാ പോസ്റ്ററിലും സെന്ററിലുണ്ട്. ഇവിടെ ഇരിക്കുന്നത് സെന്ററിൽ ഇരിപ്പുണ്ട്. അതെ, ആ നെടും തൂണ്. അതെ, പറയും താര. എൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ മാതിരി ഈ സിനിമയിൽ മൊത്തത്തിൽ എല്ലാ ഇമോഷൻസും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ലവ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ബിട്രയൽ ഉണ്ട്, കുറച്ച് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഞാനത് പെട്ടെന്ന് സ്റ്റക്കായത്, ഞാൻ കഥയിലേക്ക് എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വേഗം സ്റ്റക്കായത്. എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. സോ എനിക്ക് കിട്ടാവുന്ന വെച്ചതിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇത്രയും ഇമോഷൻസ് ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് ചുമ്മാ ജസ്റ്റ് വന്ന് പോകുന്ന ഒരു ക്യാരക്ടർ അല്ല, പല ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അതിനാ ഡയറക്ടറിനെ വിശ്വസിച്ചതും അതിലും വലിയ കാര്യം. ഫസ്റ്റ് സിനിമ ലീഡ് പൂമരം 21ാം നൂറ്റാണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു വെറുതെ കുറ്റം നാളെ പറയുന്നത്. അതെ, ഫസ്റ്റ് പടം അല്ല എന്ന് പറഞ്ഞു. അതെ, ധ്രുവ് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ബൈസണാണ് എന്റെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞിട്ട് ലീഡ് എന്നാ ഒരിക്കലും ഉദ്ദേശിച്ചത്. പുള്ളി ഉദ്ദേശിച്ചത് മറ്റേതൊക്കെ വേറെ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷെ അത് ചിലപ്പോൾ അത് മിസ്ഫയർ ചെയ്യും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയുന്ന ആ പോർഷൻ മാത്രം അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ച ഫസ്റ്റ് ലീഡ് റോൾ, ഒരു നല്ലൊരു റോള് ലീഡായിട്ട് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. വേറെ ചെയ്തിട്ടുണ്ട്, അത് റിലീസ് ആയിട്ടില്ല. ചെയ്ത പടം റിലീസ് ആവുന്നത് ഇതാണ്. പോകുന്നു. അതെ, അഭിഷേകിന്റെ ഒരു ലവ് സോങ് ഒക്കെ നമുക്ക് അല്ലേ, ഒരു റൊമാൻറ്റിക് സോങ് ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ ഒരു റൊമാൻറ്റിക് സോങ്? കുറച്ച് നാള് മുന്നേ. അത് ഒരു ഗ്യാപ്പിന് ശേഷം അല്ലേ? അപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു റൊമാൻറ്റിക് സോങ്ങും ഈ ഒരു മൂവിയിലൂടെ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? നമ്മൾ ട്രെയിലർ കണ്ടപ്പോ ഒരു ക്യാരക്ടറാണ്, നല്ലവനായ ഒരു, ഞങ്ങള് തമ്മില് എന്താ നല്ലവനായ അപ്പം ഞങ്ങളൊരു ലിവിങ് റിലേഷനിലുള്ളൊരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ക്യാമറമാൻ, ഇദ്ദേഹം റിപ്പോർട്ടർ. ഒരു ക്രൈം ജേർണലിസത്തെ കുറിച്ച് കവർ ചെയ്യാൻ പോകുന്ന ഒരു ട്രാവലില് ആണ് മോസ് അലക്സാണ്ടർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ വരുന്നത്. അവിടുന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വളരെ പാവം മനുഷ്യൻ.
അജിച്ചേട്ടാ, ഞാനാണെങ്കിൽ അജിച്ചേട്ടാ ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഇന്റർവ്യൂസ് കാണുന്നുണ്ടായിരുന്നു, റീസെന്റ് ഇന്റർവ്യൂസ് കണ്ടു. ഈ ഇടയായിട്ടുള്ള ഇന്റർവ്യൂസ് കാണുമ്പോൾ അജിച്ചേട്ട ലൈഫിനെ കാണുന്ന രീതികൾ കുറച്ചുകൂടെ മാറ്റം വന്നിട്ടുണ്ടോ? പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സും കുറെ കൂടി മീനിങ് ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് ലൈഫിൽ കുറെ അങ്ങനല്ല അങ്ങനല്ല കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു, കുറെ കൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങള്, കുറെ കൂടെ ചേഞ്ചസ് ഒക്കെ വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ലൈഫിനെ കാണുന്ന പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയതാണോ? അതിനേക്കാളും നമ്മൾ വെറുതെ സംസാരിക്കുന്ന ചിലപ്പോൾ കുറച്ച് കാണും ഇന്റർവ്യൂല്. കാര്യം പ്രേക്ഷകർ ഭയങ്കര പ്രേക്ഷകർ എല്ലാവരും നല്ല, ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരത്തിൽ നമ്മളുടെ ഓരോ വാക്കിനെയും നമ്മൾ ഉദ്ദേശിക്കാത്ത മീനിങ്ങുകളിലോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് നമ്മളിപ്പോ ഞാൻ മാത്രമല്ല എല്ലാവരും സംസാരിക്കുന്നത് ഒന്ന് അളന്നു മുറിച്ച് സംസാരിക്കുന്നതിലോട്ട് മാറിയിട്ടുണ്ട്. ഒന്നും ബാധിക്കില്ല എന്നുള്ള വലിയ കോൺവെർസേഷനൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഇതൊക്കെ ഒരു സിനിമ റിലേറ്റഡ് ചർച്ചയല്ലേ. വെറുതെ ഇവിടുന്ന് ഒരു ഡീവിയേഷൻ പോയി ഒരു കോൺട്രവേഴ്സിയിലോട്ടൊക്കെ പോയിട്ടുണ്ട് ഞാൻ വെറുതെ ആവശ്യമില്ലാതെ. അത് ഒഴിവാക്കാനായിരിക്കാം. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച കാര്യം കറക്റ്റ് തന്നെയാ, ഒരു ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെറുതെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, സത്യം പറയാ ഞാൻ കണ്ടിട്ടില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു. മോളങ്ങനെ മീറ്ററായിട്ട് നോക്കിയോണ്ടാണ് ചോദിച്ചേ. സോറി, അല്ല ഞാനത് കണ്ടിട്ടില്ലെന്നേ. അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ എല്ലാ ഇന്റർവ്യൂ കണ്ടാലല്ലേ ഉള്ളൂ, നിങ്ങളിത് വാച്ച് ചെയ്യല്ലോ. ഞാൻ പറഞ്ഞാ ഈ കൊച്ചു പറഞ്ഞാ അവര് പറഞ്ഞാ ലാലേട്ടൻ പറഞ്ഞാ മമ്മൂക്ക പറഞ്ഞാൽ ഇതൊക്കെ വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവുള്ളൂ, നമുക്ക് കണ്ടാലല്ലോ മനസ്സിലാവും. നിങ്ങൾ എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളാണല്ലോ. ഇന്ററാക്ട് ചെയ്യാനുള്ള നമ്മളുണ്ടോ? കുറവാ. ഞാൻ ഫോൺ വരെ ചെയ്യാറുണ്ട്, എന്നെയും ഫോൺ ചെയ്യാറില്ല പൊതുവേ. നമ്മളങ്ങനെ ഇനിയിപ്പം ചിലപ്പോ ഫോണൊക്കെ വിളിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പടമൊക്കെ ഇറങ്ങി അത് എന്നെ എല്ലാം കൂടെ ഉള്ളവന്മാരൊക്കെ എൻ്റെ കൂട്ടുകാർ പിള്ളേരാ, ഇവിടെ കൂടെ ഉള്ള 2 പണിക്കാർ 3 പണിക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മുടെ പിള്ളേരാ. മാമാരൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് സാറ് ഫ്രീ ആണെങ്കിൽ ഒന്ന് കൊടുക്കടാ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. പുള്ളി തിരക്കാണെങ്കിൽ ഡിസ്ക്ലെയിമർ കൊടുക്കാം, സാറ് നജിച്ചേട്ടൻ പറഞ്ഞിട്ട് മോനെ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സാറ് വിളി. പിന്നെ മോളെ ഇതെന്നാന്നറിയണം, നമ്മൾ ഈ വിളിച്ചിട്ട് എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ നൂറിനെ മോളെന്ന് വിളിക്കും. ഞങ്ങൾ 2-3 ഇന്റർവ്യൂ എടുത്ത പരിചയമുണ്ട്. അതെ, അല്ല ആരെ ശല്യം ഞാൻ നിൽക്കരുത്. അവർക്ക് ഓരോ ജോലിയോ നമ്മളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഇടയ്ക്കൊന്ന് വിളിച്ചു. ഇനിയിപ്പോ ഉണ്ടാവും. ആ ദേഷ്യമൊക്കെ മാറിയോ? പഴയ ദേഷ്യം അതൊക്കെ പോയി. അതൊക്കെ ഞങ്ങള് പറഞ്ഞു പരിചയം. ഇപ്പം അതുപോലെ ആരടുത്തെങ്കിലും വേറെ ദേഷ്യമുള്ള ഒന്നുമില്ല. ജീവിതത്തിൽ ആദ്യം ഇനി ഉലകത്തില് ഉണ്ടാവൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ജീവിക്കുന്ന പോലെ മറ്റുള്ളവർക്കും ജീവിക്കാനുള്ള അനുവാദമില്ലേ? ഇല്ലേ? അവര് ജീവിച്ചോട്ടെ, വല്ലവരും ജീവിക്കുന്നവരുണ്ട്. ഞാൻ വല്ലതും കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാനിപ്പോൾ ജീവിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇപ്പോൾ വലിയൊരു പൊസിഷനിൽ ജീവിക്കുകയാണെങ്കിൽ അത് കണ്ടിട്ട് മോള് അയ്യോ അതെന്നാ അങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. തമ്പുരാൻ്റെ വിധി പോലെ ഇരിക്കും. ആരും ജീവിക്കട്ടെ, ജീവനോട് കൂടി ദൈവം പെട്ടിട്ടുള്ള എല്ലാവരും ജീവിക്കട്ടെ. ഒരു പാറ്റ, ഒരു ഉറുമ്പ് വരെ